ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചം ലീലാമയമാണ്. ഇത് ആസ്വദിച്ച് ഇവിടം വിട്ട് കടന്നു പോകേണ്ടവരാണ്. നാം ആരും തന്നെ ഇവിടെ സ്ഥിരമായി കൂടാനുള്ളവരല്ല. പക്ഷേ അജ്ഞത കൊണ്ട് നമുക്കിവിടെ നിന്നും വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. ഇവിടെയുള്ള ഈ ഭോഗങ്ങൾ യഥേഷ്ടം വീണ്ടും വീണ്ടും അനുഭവിച്ചും സുഖിച്ചും ദുഃഖിച്ചും കഴിയാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സത്യാവസ്ഥ ഈ ഈശ്വരൻ്റെ ഈ ലീലകളെല്ലാം കണ്ട് ആസ്വദിച്ച് സമയമാകുമ്പോൾ പോകാൻ വന്നവരാണ് എന്ന ബോധം എപ്പോഴും നമുക്കുണ്ടാവണം. ശക്തിതൻ ലീലകൾ ആസ്വദിക്കാൻ ശിവനതിൽ സാക്ഷിയായി നിന്നിടുന്നു. സാക്ഷിയായിട്ടു ശിവനില്ല എങ്കിലോ ശക്തിക്കു ചെയ്യുവാനാവില്ലയൊന്നും. ശക്തിതൻ ലീലകൾ ആസ്വദിക്കാൻ മായാഗുണങ്ങളാൽ നിബിഡമായിരിക്കുന്ന ഈ പ്രകൃതിയെയാണ് ഇവിടെ ശക്തി എന്ന് പറയുന്നത്. ഈ പ്രകൃതി ദേവിയെ സരസ്വതിയെന്നും ലക്ഷ്മിയെന്നും പാർവതിയെന്നും 3 തരത്തിലാണ് വ്യവഹരിക്കുന്നത്. അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മായാസ്വരൂപിണിയായിരിക്കുന്ന ശക്തിയാണ് ഇവിടെ സൃഷ്ടി സ്ഥിതി സംഹാരമാകുന്ന ലീലകൾ ആടിക്കൊണ്ടിരിക്കുന്നത്. അതിന് സാക്ഷിയായി മഹാദേവൻ ഇരിക്കുന്നു. സാക്ഷിയായി മഹാദേവൻ ഇരിക്കുന്നത് കൊണ്ടാണ് പ്രകൃതിക്ക് ഈ സൃഷ്ടിസ്ഥിതി സംഹാരം ചെയ്ത് ലീലയാടാൻ സാധിക്കുന്നത്. ഇവയെല്ലാം കണ്ട് ആസ്വദിക്കാനാണ് നാം ദേഹമെടുത്ത് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ശക്തിയുടെയും പരമേശ്വരൻ്റെയും, അതായത് ശക്തിയുടെയും ആ ചൈതന്യത്തിൻ്റെയും ആ പരബ്രഹ്മത്തിൻ്റെയും ലീലകളാണ് ഈ പ്രകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഓരോരുത്തരും അതിൽപ്പെട്ടതാണ്. ഇതിലൊന്നും കർത്തൃത്വ ബുദ്ധിയാണ് നമുക്ക് ദുഃഖത്തിന് കാരണമായിരിക്കുന്നത്. ആ കർത്തൃത്വ ബുദ്ധി ഇല്ലാതെ എല്ലാം സർവേശ്വരൻ്റെ ലീലകളായി കണ്ടുകൊണ്ട് ഇത് ആസ്വദിച്ചു നോക്കൂ, ദുഃഖം ഒട്ടും നമ്മെ സ്പർശിക്കുകയേയില്ല. പക്ഷെ ഇതെൻ്റേതാക്കണം, നിൻ്റേതാവണം, ഞാനെന്നും എൻ്റേതെന്നുമുള്ള ഈ വലിയ 2 തടസ്സങ്ങൾ ഈ ലീല അനുഭവിക്കുന്നതിനെ തടസ്സമായി നിൽക്കുന്നുണ്ട്. അവയെ മാറ്റിയാൽ, ഞാനിനെയും എൻ്റേതിനെയും മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ലീല കണ്ടാസ്വദിക്കാൻ സാധിക്കുന്നതാണ്. അതാണ് ഇവിടെ ശക്തിതൻ ലീലകൾ ആസ്വദിക്കാൻ, ഈ ശക്തിയുടെ ലീലകളെ ആസ്വദിക്കാൻ ശിവനതിൽ സാക്ഷിയായി നിന്നിടുന്നു. ഈ ലീലകളാടാൻ ശിവൻ തന്നെ അതിൽ സാക്ഷിയായിട്ട് നിൽക്കുന്നു. സാക്ഷിയായിട്ടോ ശിവനില്ല എങ്കിലോ, സാക്ഷിയായിട്ട് ശിവൻ അവിടെ ഇല്ല എന്ന് വരികിൽ ശക്തിക്കു ചെയ്യുവാനാവില്ലയൊന്നും. ശിവന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ ശക്തിക്ക് അല്ലെങ്കിൽ മായാദേവിക്ക് അജ്ഞാനത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അതിൽ നിന്നാണ് ഈ ശക്തി ഉണ്ടായത്, ഈ ത്രിഗുണങ്ങളുണ്ടായത്. ത്രിഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തുന്നത്. ഇതെല്ലാം ആ സർവേശ്വരൻ്റെ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നവയാണ്. ഈശ്വരനില്ലാതെ ശക്തിയില്ല, ശക്തിയില്ലാതെ ഈശ്വരനുമില്ല. ഇപ്രകാരം അതിൽ നാം ആരാണ്? വാസ്തവത്തിൽ നാം ശക്തിയോടാണ് ഇപ്പോൾ ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രപഞ്ച വസ്തുതകളെല്ലാം സത്യമായി നമുക്ക് തോന്നുന്നത്. ശക്തി എന്നാൽ അജ്ഞാനത്തിന്, മായയ്ക്ക് വിധേയമാകുമ്പോൾ ഈ കണ്ടതും കേട്ടതും മാത്രമാണ് സത്യം, നാം ധരിച്ചതാണ് പരമാർത്ഥമായിട്ടുള്ളത് എന്നും പരമാർത്ഥമായതിനെ നാം അറിയാതെയും പോകുന്നു. അതിനാൽ പരമാർത്ഥമായ ആ മഹാശക്തിയെ
ആ പരബ്രഹ്മത്തെ നാം എപ്പോൾ അറിയുന്നുവോ അപ്പോഴാണ് മായയുടെ വിലാസങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമാകുന്നത്. ഇത് വെറും തോന്നൽ മാത്രമാണ് എന്ന് നമുക്ക് ബോധ്യം വരും. ശക്തിതൻ ലീലകൾ ആസ്വദിക്കാൻ ശിവൻ അതിൽ സാക്ഷിയായി നിന്നിടുന്നു. സാക്ഷിയായിട്ട് ഈശനില്ല എങ്കിലോ ശക്തിക്കു ചെയ്യുവാനാവില്ലയൊന്നും. ഇതിന് സാക്ഷിയായിട്ട് ആ സർവേശ്വരൻ അതിലില്ലെങ്കിൽ ശക്തിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതുപോലെ വൈദ്യുതി എല്ലാത്തിലും ഏതുപാധിയിലും കയറി പ്രവർത്തിപ്പിക്കും. ബൾബിലൂടെ വരുമ്പോൾ പ്രകാശമായും, ഹീറ്ററിലൂടെ വരുമ്പോൾ ചൂടായും, ഫാനിലൂടെ വരുമ്പോൾ കാറ്റായും വൈദ്യുതി മാറുന്നു. ആ വൈദ്യുതി പോലെയാണ് വാസ്തവത്തിൽ ഈശ്വരൻ എന്നത്. ആ ബൾബിലൂടെ വന്നപ്പോൾ പ്രകാശമായി മാറിയതാണിവിടെ ശക്തിയുടെ ലീലാവിലാസങ്ങൾ. ഈ പ്രകാശമായി മാറണമെങ്കിൽ എപ്രകാരം വൈദ്യുതിയുടെ ഘടകം അനിവാര്യമാണോ അപ്രകാരം ഇവിടെ മായാദേവിക്ക് സൃഷ്ടിസ്ഥിതി സംഹാരം നടത്തണമെങ്കിൽ ആ സർവേശ്വരൻ്റെ സാന്നിധ്യം കൂടിയേ കഴിയൂ. അതില്ലെങ്കിൽ ഇതൊന്നുമില്ല. ഇതില്ലെങ്കിലും അത് നിലനിൽക്കും. പക്ഷെ അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ഇതെല്ലാം പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ലീലയായി കണ്ട് ആസ്വദിച്ച് നാം ഇവിടെ വന്നു. ഈ ദേഹമാകുന്ന ഉപാധി നഷ്ടമാകുമ്പോൾ നാം ഇവിടെ നിന്നും വലിയേണ്ടതായിട്ട് വരുന്നു. അപ്രകാരം നമ്മുടെ ജീവിതത്തെ നമ്മൾ ആനന്ദപ്രദമായി ഇതൊക്കെ ഒരു ലീലയായി കണ്ടുകൊണ്ട് ആസ്വദിച്ചു പോകൂ എന്നാണ് മഹത്തുക്കൾ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്.